ഓൾറെഡി ഒരു ഫാമിലി യാത്ര തിരിച്ചിട്ടുണ്ട്. നൗഫലും സീനും ഇവരൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളും പോവാണ്. കാരണം വന്നിട്ട് പോയിക്കൂടെ പോലെയുണ്ടോ. പക്ഷെ നമുക്ക് നാളെ ഒരു ദിവസം സൺഡേ ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് സ്കൂൾ മദ്രസ ഇതെല്ലാം നമുക്ക് പോകണം. അതുകൊണ്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഉമ്മ ഉണ്ട് നമ്മളെ കൂടെ പോകുമ്പോൾ. ഉമ്മാനെ നമ്മൾ ഒറ്റപ്പാലത്തിൽ ഇറക്കിയിട്ട് വേണം പോകണമെങ്കിൽ. ഉമ്മാനെ ഏകദേശം ഒരു 6:30 പറഞ്ഞില്ലേ, 6:45 ഉമ്മ നമ്മളിറങ്ങാൻ 12 മണിയാവും അല്ലേ. ഞങ്ങളിറങ്ങാൻ 12 മണിയാവും. അപ്പോൾ നമ്മൾ ഫുഡ് എന്താ വെച്ചാൽ ഫുഡ് ഇനിയിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കണമല്ലോ പറഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ അവിടെ നിജാസിൻ്റെ ഉമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പാക്കിംഗ് ഒന്നും അധികം ഇല്ലാത്ത കാരണം കൊണ്ട് അത് കൊണ്ട് കുറച്ച് കറുവപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ സേലത്തിന് പാർസലാക്കിയിട്ട് ഉമ്മ ഒരു പങ്ക് ഞാനൊരു പങ്ക് എടുത്തിട്ടുണ്ട്. കറുവപ്പിന് പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ അലാന റെഡിയായി, ചക്കര റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിജാസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലാന നമുക്ക് ട്രെയിനിൽ പോവാ ആ ഓൾ എടുത്തറ. അപ്പോൾ ഓളി കൊണ്ടിട്ട് അപ്പോൾ ഓള് സ്ഥലത്ത് കൊണ്ടുപോയത് ഇടക്കിടക്ക് ഒരു ഭ്രാന്ത് കയറാണ്ട് അമ്മി ഓരോ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പോലെ മീൻസ് പോവുകയാണ്. നമ്മളെ കൊണ്ടുവന്ന ലഗേജ് വരുമ്പോൾ 2 സെഞ്ച് അധികം ഉണ്ടായിരുന്നു. പോകുമ്പോൾ 2 സെഞ്ച് ഇട്ട് തുറന്നാ തൂക്കിയേക്കും ആ സെഞ്ച് വെക്കും മീൻസേ. അലാന ടാറ്റ പോവാ. കേറു പോയിട്ട് വരാം. റമീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങോട്ട് പോയി? ചെരുപ്പിടിച്ചാനാ ഇനിയിപ്പൊ ഈ പെണ്ണി അല്ലേ? ഇനിയിപ്പൊ ഈ പെണ്ണി എപ്പത്തുന്നുള്ള വേറെ കറി അലാന ടാറ്റ ബൈ. മിയാസ് എടുത്തു. അപ്പൊ നമുക്ക് ട്രെയിൻ എത്തിയിട്ടുണ്ട് ഗൈസ്. വരുന്നു. എന്ത് അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടാറ്റ അങ്ങ് പോവട്ടോ. അന്ന് വരുമ്പോഴല്ലേ ചുണ്ടുളുമ്പി കരണ്ടീന്ന്. അപ്പോ ഉമ്മ പോവാണ്. ഉമ്മ പോവാണ്. ഉമ്മക്ക് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രവീണ് വന്നോ? നമ്മള് നൗഫലിനോട് ഫുഡ് കൊണ്ടിട്ടുണ്ടായിരുന്നു. പ്രവീൺ എത്തിയമ്മ അവിടെ ഉണ്ടോ? വരാം. ഉമ്മാനെ നൗഫൽ വന്നിട്ടില്ല. നൗഫൽ കുടിയിലെത്തിയിട്ടുണ്ട്. ഓന് സിനുവിന് പനിയായത് കാരണം കൊണ്ട് ഓൻ വന്നിട്ടില്ല കാരണം. അപ്പം ഉമ്മാനെ പ്രവീണിൻ്റെ അടുത്ത് ആക്കിയിട്ട് നമുക്കുള്ള ഫുഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൊടുത്തയച്ചിട്ടുണ്ട്. നൗഫൽ ഫുഡ് കിട്ടിയില്ലേ? ഓക്കെ സാപ്പിട്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നേരത്ത് കൊല്ലത്തിരുന്നല്ലേ? ഇല്ല, ട്രെയിനിൽ. എന്നാൽ നമ്മൾ നേരത്തെ ട്രെയിനിലായിരുന്നു. ഉമ്മാനെ നമ്മളൊരു 6:45 ഇറക്കി വിട്ട് 6:50 നമ്മൾ ഇറക്കി വിട്ട്. നമുക്ക് അവിടുന്ന് പിന്നെ ഫുഡ് വേണമല്ലോ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ ചോറ് വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രവീണിനോട് നമുക്ക് ഫുഡ് വേണം പറഞ്ഞപ്പോൾ നൗഫൽ അങ്ങനെ വാങ്ങിക്കൊടുത്ത് നമുക്ക് ചപ്പാത്തി പൊറോട്ട ഒക്കെ പ്രവീണ് കൊടുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ പ്രവീണിനെ പോലീസ് പിടിച്ചു അത്ര. ഉള്ളിക്ക് പ്ലാസ്റ്റിക് കവർ അലോഡ് ഇല്ല അത്ര, ജംഗ്ഷന്റെ ഉള്ളിക്ക്. അപ്പൊ അവൻ കയ്യിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ടല്ലേ വരുന്നത്. അപ്പൊ പോലീസ് ചെയ്ത് കവർ അലോഡ് ഇല്ല പറഞ്ഞപ്പോ ഓരോരുത്തർ ട്രെയിനിലെ ആൾക്കാർ വരുന്നുണ്ട്, ഓലിക്കുള്ള ഫുഡാണ് പറഞ്ഞത്ര. അപ്പൊ ഉള്ളിക്ക് പറഞ്ഞു അത്ര. അപ്പൊ പ്ലാസ്റ്റിക് നിരോധനല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ എത്ര മണിക്ക് ട്രെയിനിൽ? 11:30. നമ്മൾ 11:45
ട്രെയിൻ ഇറങ്ങി നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരു 12:15 ആയി. നമ്മൾ കടക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒരു 12:30 മണിയായി. നമ്മൾ ഏകദേശം ഇന്ന് പിന്നെ സൺഡേ ആയത് കാരണം കൊണ്ട് നമ്മൾ വൈകിട്ടാണ് എണീറ്റത്. എണീറ്റ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുപോയ അതേമാതിരി ബാഗുകളൊക്കെ അതേമാതിരി അവിടെ കിടക്കുന്നുണ്ട്. ഇതായിട്ട് ബാഗുകൾക്ക് സാധനങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ വേറെ 3-4 ജീവൻ വേറെ ഉണ്ടായിരുന്നു. ആ ജീവനിക്ക് ജനലൊക്കെ തുറന്നു കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല, ആ പൂച്ച വെളിയിൽ വന്ന പൂച്ചയാണ്. 2-3-4 പേര് ഞാൻ അടിച്ചു ഓടിച്ചു നോക്കി, പൂച്ച പോണില്ല. പൂച്ച വളർത്തരുതാണ് കടന്ന പരിപാടി എടുത്ത ഇതാണ് പൂച്ച. ഇതിൻ്റെ ഒരു 3 മക്കളുണ്ട്. ഇതിപ്പോൾ സമയം നമ്മൾ ഫുഡ് കഴിക്കാൻ 2:30 മണിയായി. ആ 2:30 മണിയായി പറഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും ഓടി വന്ന് ഞങ്ങൾക്ക് മുമ്പിൽ ഹാളിൽ ഹാജരാവും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. നമ്മൾ ഓർക്ക് തിന്നാൻ വേണ്ടിയിട്ട് വെറുതെ കൊടുത്താലും അത് വേണ്ട, നമ്മൾ തിന്നണേ വേണം. അത് വെജിറ്റബിൾ ആയാലും ശരി, ഉണക്ക ചപ്പാത്തി ആയാലും ശരി. അതാനയുടെ ബർത്ത്ഡേ ഡോണറ്റും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേസ്റ്റ് ആക്കണ്ടായിട്ട് ഇവർ എന്ത് ചെയ്തൊക്കെ ഒരു കവറിലാക്കി ഇവിടെ കൊടുത്തിട്ട് സ്കൂൾക്കൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് ഇവർ എടുത്തോണ്ടായിരുന്നു. ഡോണറ്റൊക്കെ തിന്നോ? டோனட் சாப்பிட்டுட்டு இருந்தேன். வந்து சாப்பிட்டுச்சு பாதியே. சாப்பிட்டுட்டு நான் கீழே வச்சுட்டு போன பாரு எடுத்துட்டு போய் தட்டில் வச்சு அதே சாப்பிட்டுச்சு. டோனட்லாம் சாப்பிடுது. അതാണ് പൊറോട്ട വേണമെങ്കിൽ സാപ്പിടിച്ചല്ലോ. പൊറോട്ട, നമ്മൾ എണ്ണ പോരാതെ ചപ്പാത്തി, അങ്ങനത്തെ കണ്ടി കണ്ട സാധനങ്ങളൊക്കെ അത് തിന്നും. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ നമ്മൾ അടിപൊളിയായി കൊണ്ടാടിയില്ല. ഏറ്റവും എനിക്ക് ബർത്ത്ഡേ പരിപാടിനെക്കാട്ടിലും അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലല്ലേ. കാറ്ററിംഗ് ആണെങ്കിലും ഫുഡ് അടിപൊളി. ഇടിയപ്പം, ചപ്പാത്തി, ഫുഡ് ഒരു ആരാർക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അവർക്ക്. ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം, ചപ്പാത്തി വേണ്ടവർക്ക് അങ്ങനെ ചപ്പാത്തി കഴിക്കാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സംഭവം നമ്മുടെ ബർത്ത്ഡേ പരിപാടി നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ലോങ് യാത്ര ചെയ്യുന്നുള്ളൂ. മറ്റൊരു ഏകദേശം ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:30 ഇറങ്ങിയിട്ട് 4 മണിക്കൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കുടിച്ചിട്ട് ഞങ്ങൾ വീടെത്തി പറഞ്ഞപ്പോഴാണ് ഞങ്ങളാകെ അന്തം പൊട്ടി. ഇത്രയും കൊണ്ട് വീഡിയോ എത്തിയോ മാൻ്റെപ്പോ. നിജാസും വിചാരിച്ചിട്ടോ എന്തായിരുന്നു രാത്രി 10 മണിയാവും കുടിയിലെത്താനെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. 4 മണിക്ക് വിളിച്ചിട്ട് നമ്മളെവിടെ എറണാകുളം. ആ 4 മണി സമയത്ത് ഞങ്ങൾ എറണാകുളം ആയിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ കുടിയിലെത്തി വന്നിട്ട്. എന്നിട്ട് ഉമ്മാനെ വിളിക്കാൻ വരുന്നില്ല ചോദിച്ചപ്പോൾ അപ്പത്തിനും സിനുവിന് പനിയാണ്, പിന്നെ കുട്ടികളൊക്കെ നോക്കണ്ടായിരുന്നു. അപ്പം ഓട്ടോറിക്ഷ നമ്മുടെ പ്രവീണിനെ ഇവിടെ ചെയ്ത് ഓട്ടോറിക്ഷക്കാരനെ അങ്ങനെ അവൻ പോയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവിടെ പോയി എല്ലാവരും പാടെ നല്ല എൻജോയ് ചെയ്തു. ലോങ് യാത്ര ചോദിച്ചാൽ നമുക്കായിരുന്നു ലോങ് യാത്ര. നമ്മൾ കാറിലൊക്കെ പോയി പറഞ്ഞാൽ നമ്മൾ ചത്ത് ചുണ്ണാൻ പോകും. ഒരാൾ ഡ്രൈവിംഗ് കൊണ്ടൊന്നും 10 മണിക്കൂറായാലും നമുക്ക് ഓട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോയത്. ട്രെയിനിലാണെങ്കിൽ കൂടെ നമുക്കൊരു ചടപ്പുണ്ടാവും. അവിടുന്ന് ഏകദേശം ഒരു 1 മണിക്ക് കയറി ഇവിടെ എത്തിക്കണത് മൊത്തം 11 മണി നേരം. ഇത് ട്രെയിനിലാണെങ്കിൽ, കാറിലാണെങ്കിൽ ഒരു നാളാവാ. അപ്പോൾ ഒരു നാളാവും. അപ്പോൾ ഒരു നാൾക്ക് 2 ഡ്രൈവറില്ലാണ്ട് ഇത് നടക്കൂല കാറൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ യാത്രയിലെ ഏറ്റവും സുഖമുള്ള യാത്ര ഏതാ? ട്രെയിൻ. അത് എത്താവണം ജംഗ്ഷന്. ഇതേമാതിരി ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെയും 1 മണിക്കൂർ നേരം കാറിൽ പോകണമെന്നും നടക്കൂല ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ട്രെയിൻ ഇറങ്ങി നമ്മളൊരു 10 മിനിറ്റ് കൂടെ ഞങ്ങൾ വീട്ടിലെത്തും. അതുപോലെ ഒറ്റപ്പാലത്ത് നിന്ന് 1/2 മണി നേരം നമ്മളിപ്പോ ഒറ്റപ്പാലത്ത് നമ്മൾ എന്നും വരുന്ന റോഡാണ്. നമുക്കൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഓഫലിന്റെ കൂടെ വന്ന ഒരു 1/2 മണിക്കൂർ നേരം മതി. ഇപ്പൊ നമ്മള് വാണിയംകുളം ചുറ്റി വരുന്ന കാരണം കൊണ്ട് നമുക്ക് ഏകദേശം 3/4 മണിക്കൂറത്തോളം വേണം റോഡില്ലാത്ത കാരണം കൊണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വന്ന് മുഖത്തെ ക്ഷീണം കൂടി ഇനി മാറിയിട്ടില്ല. രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളൊക്കെ. എല്ലാവരും ഹാപ്പി ആയി വന്നു. ഇനി എപ്പത്തെയും പോലെ നാളെ പോലെ നമ്മൾ റെഗുലർ ഫോളോ ചെയ്യണം അല്ലേ. ഫുഡ്, സ്കൂൾ, മദ്രസ, ട്യൂഷൻ പറഞ്ഞമാരും ഒക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ നാളെ ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.